ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സഹപ്രവർത്തകൻ സുഗാന്തിനെ പ്രതി ചേർത്തു. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾ സുഗാന്തിനെതിരെ ചുമത്തി. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, എന്തായാലും കുടുംബത്തിന്റെ വലിയ ആരോപണം സുഗാന്തിനെതിരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? വിശദാംശങ്ങൾ. നിലവിൽ പേട്ട പോലീസ് IB ഉദ്യോഗസ്ഥ മേഘയുടെ ആത്മഹത്യ ചേർന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പുറത്തുവിടുന്നത്. ബലാത്സംഗം, അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകൾ സുഗാന്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ സുഗാന്തിന് എതിരെ വലിയ ആരോപണങ്ങളാണ് ഈ മേഘയുടെ മാതാപിതാക്കൾ പറയുകയും പോലീസിൽ പരാതി എഴുതി നൽകുകയും ചെയ്തിരുന്നത്. പക്ഷേ പോലീസ് കേസെടുത്തിരുന്നില്ല. സുഗാന്തിന് വേണ്ടി ഇപ്പോഴും മലപ്പുറത്ത് പേട്ട പോലീസിൻ്റെ 2-അംഗ സംഘം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വലിയ രീതിയിൽ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെന്നും ഒരു തരത്തിലും മാനസിക പ്രയാസം മേഘയ്ക്ക് ഉണ്ടാക്കിയില്ല താൻ എന്നും അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ പേട്ട പോലീസ് നേരത്തെ തന്നെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ആ FIR അനുസരിച്ച് ഇപ്പോൾ കേസിൽ IB ഉദ്യോഗസ്ഥ മേഘയുടെ കേസുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് സുഗാന്തിനെ പ്രതി ചേർത്തിരിക്കുകയാണ്. ഏറെ ചർച്ചയായി മാറിയ ഒരു സംഭവം തന്നെയായിരുന്നു റിനു. ഇതിൽ പ്രത്യേകിച്ച് ആ കുടുംബത്തിന്റെ ആരോപണമായിരുന്നു ശക്തമായി ഉണ്ടായിരുന്നത്. മകൾ ലൈംഗിക ചൂഷണത്തിനിരയായിട്ടുണ്ടെന്ന് വരെ മാതാപിതാക്കൾ പറയുകയായിരുന്നു. നിലവിൽ എന്തായാലും ഇപ്പോൾ ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകൾ ചുമത്തി തന്നെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്, അല്ലേ? തീർച്ചയായും റോഷിനി, കാരണം മാതാപിതാക്കളുടെ മൊഴിയടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പേട്ട പോലീസ് ഈ പത്തനംതിട്ടയിലെ മേഘയുടെ വീട്ടിലെത്തി രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ നേരത്തെ തന്നെ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പ്രതിപട്ടികയിൽ പ്രതി ചേർത്തിരിക്കുകയാണ് സുഗാന്തിനെ എന്നുള്ളതാണ്. നിലവിൽ IB ഉദ്യോഗസ്ഥനായിട്ടുള്ള സുഗാന്ത് ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൃത്യമായി തന്നെ താൻ ഒരു രീതിയിലുള്ള തെറ്റും ചെയ്തിട്ടില്ലെന്നും സാമ്പത്തികമായി യാതൊരുവിധ ഇടപാടില്ലെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നു. നേരത്തെ പ്രതി ചേർക്കാതെയായിരുന്നു സുഗാന്തിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. നിലവിൽ ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ബാങ്കുകളിലടക്കം ഈ കത്ത് നൽകി ബാങ്ക് വിവരങ്ങൾ തേടുവാൻ വേണ്ടിയും പോലീസ് തീരുമാനിച്ചിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ സുഗാന്തിനെ പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യ അപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അതിന് മുന്നോടിയായി തന്നെ സുഗാന്തിനെ കസ്റ്റഡിയിലെടുക്കുവാനും പോലീസിന്റെ ഭാഗത്തുനിന്നൊരു നീക്കം നടക്കുന്നുണ്ട്. റോഷിനി. ശരി, റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്യാം ദേവരാജ് കൂടി ചേരുകയാണ്. ശ്യാം, ഇതിലിപ്പോൾ ഹർജി നൽകിയപ്പോൾ തന്നെ സുഗാന്ത് പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ലൈംഗിക ചൂഷണത്തിനെതിരെ തന്നെ മാതാപിതാക്കൾ രംഗത്ത് വന്ന ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് ഉണ്ടാവുമോ എന്ന് സുഗാന്ത് ഭയന്നിരുന്നു, അല്ലേ ശ്യാം? ആ അറസ്റ്റ് സുഗാന്ത് ഭയന്നിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ സുഗാന്ത് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഈ ജാമ്യാപേക്ഷ നൽകുമ്പോൾ സുഗാന്ത് സുരേഷ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ആ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസത്തേക്ക് അത് പരിഗണനയ്ക്ക് വന്നിട്ടില്ല. പരിഗണനയ്ക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായും പേട്ട പോലീസിനോട്, തിരുവനന്തപുരം പോലീസിനോട് വിശദീകരണം തേടുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള നടപടി. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുഗാന്ത് സുപ്രധാനമായ ചില വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒന്ന്, ഈ IB ഉദ്യോഗസ്ഥയുമായി ബന്ധമുണ്ട്, അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുഗാന്ത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം അക്കാര്യം അത് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ആത്മഹത്യക്ക് കാരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്താണ് എന്ന കാര്യത്തിൽ സുഗാന്ത് വ്യക്തത വരുത്തുകയും ചെയ്യുന്നില്ല. സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയാണ് സുഗാന്ത് എപ്പോഴും ഈ സ്ത്രീയോട്, അല്ലെങ്കിൽ IB ഉദ്യോഗസ്ഥരോട് ഇടപഴകിയത് എന്നതാണ് സുഗാന്ത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. IB ഉദ്യോഗസ്ഥയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യം സുഗാന്ത് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യസന്ധമായ സ്നേഹവും നിറഞ്ഞ പിന്തുണയുമാണ് എപ്പോഴും IB ഉദ്യോഗസ്ഥയോട് പ്രകടിപ്പിച്ചതെന്നാണ് സുഗാന്ത് ഈ ഹർജിയിൽ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ സുഗാന്തിൻ്റെതായ നിലപാടായി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. IB ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെയും തീരുമാനത്തെയും എപ്പോഴും അംഗീകരിച്ചിരുന്നു. IB ഉദ്യോഗസ്ഥരുടെ മരണം ഏറ്റവും അധികം മോശമായി ബാധിക്കപ്പെട്ട ഒരാളാണ് താൻ.
സ്നേഹം നിറഞ്ഞ പങ്കാളിയെ മാത്രമല്ല അത്രയും ഇഷ്ടപ്പെട്ട ഒരാളെയാണ് നഷ്ടപ്പെട്ടത് എന്നടക്കമുള്ള വാദങ്ങളാണ് സുഗാന്ത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നത്. മാത്രമല്ല തന്നെ പ്രതിയാക്കേണ്ടുന്ന ഒരാളല്ല. ഈ നഷ്ടം IB ഉദ്യോഗസ്ഥ മരിക്കുന്നതോടുകൂടി അതിന്റെ നഷ്ടം ആ നഷ്ടം തന്റെ കൂടി നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബം മരിച്ച IB ഉദ്യോഗസ്ഥരുടെ കുടുംബം തനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ ഈ കുറ്റകൃത്യത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത്. സംശയത്തിന്റെ നീഴലിലേക്ക് തന്നെ ബോധപൂർവം വലിച്ചിടുകയാണ് ചെയ്യുന്നതെന്നാണ് സുഗാന്ത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സൂചിപ്പിച്ചിരുന്നത്. ഇതുവരെയും പേട്ട പോലീസ് ഈ കേസിൽ സുഗാന്തിനെ പ്രതി ചേർത്തിരുന്നില്ല. പക്ഷേ നിലവിൽ പ്രതി ചേർക്കുമ്പോൾ അത് സുഗാന്തിന് മേൽ കുറച്ചുകൂടി കടുത്ത നടപടി എന്ന നിലയിലാണ് പോലീസ് പോവുകയും ചെയ്യുന്നത്. സുഗാന്തിന് ഇക്കാര്യത്തിൽ പ്രതി ചേർക്കണമെങ്കിൽ, കാരണം IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യ അല്ലെങ്കിൽ ആ മരണം സ്ഥിരീകരിച്ച് അതിനുശേഷം ദിവസങ്ങൾ പിന്നിട്ടു. ഏതാണ്ട് 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് പേട്ട പോലീസ് കേസെടുക്കുന്നത്. അങ്ങനെ കേസെടുക്കുമ്പോൾ സ്വാഭാവികമായും സുഗാന്തിന് ഇക്കാര്യത്തിൽ ചില പങ്കുണ്ട് എന്ന പോലീസിന് പ്രാഥമികമായ വിവരം ലഭിച്ചിരിക്കണം. അതിന്റെ കൂടി തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം പോലീസ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നതെന്ന് തന്നെയാണ് കരുതുകയും ചെയ്യുന്നത്. ഇന്ന് ഈ ഹർജി സ്വാഭാവികമായി തന്നെ പോലീസിനോട്, തിരുവനന്തപുരം സിറ്റി പോലീസിനോട് നിലപാട് തേടും. അങ്ങനെയെങ്കിൽ അത് അടുത്ത ആഴ്ചയായിരിക്കും ഈ ഹർജി വീണ്ടും പരിഗണനയ്ക്ക് വരികയും ചെയ്യുക. അങ്ങനെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായും സുഗാന്തിനെ പ്രതി ചേർത്തു എന്ന കാര്യം അറിയിക്കുകയും ചെയ്യും. നേരത്തെ പ്രതി ചേർത്തിരുന്നില്ല. പ്രതി ചേർക്കാത്ത സാഹചര്യത്തിലാണ് സുഗാന്ത് സുരേഷ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക് പോയത്. അങ്ങനെ ഒരു പോകുമ്പോൾ അതായത് താൻ പ്രതി ചേർക്കപ്പെടുമെന്ന ഒരു ഉൾഭയം സുഗാന്ത് സുരേഷിന് ഉണ്ടായിരുന്നു എന്നതാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക് പോകുമ്പോഴുള്ള യാഥാർത്ഥ്യം. ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ എത്തിയതിനു ശേഷമാണ് സുഗാന്ത് സുരേഷിനെ ഈ കേസിൽ പ്രതി ചേർക്കുകയും ചെയ്യുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കേസിൽ ഒരാളെ പ്രതി ചേർക്കാൻ, പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ പ്രതി ചേർക്കാൻ മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പോലീസ് ആ രീതിയിലുള്ള നടപടി സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരമൊരു നടപടിയിലേക്ക്, പ്രതി ചേർക്കുന്ന നടപടിയിലേക്ക് പോലീസ് എത്തുകയും ചെയ്യാറില്ല. പക്ഷേ നിലവിൽ ഈ IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സുഗാന്ത് സുരേഷിനെ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, എന്തായാലും ശ്യാം, ഈ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സഹപ്രവർത്തകനായിട്ടുള്ള സുഗാന്തിനെ പ്രതി ചേർത്തിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയത്. റിനു ശ്രീധറും ശ്യാം ദേവരാജും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.